ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് ചെയ്യുക? ഞാൻ ദേ വർക്കിന് പോവുകയാണ് കേട്ടോ. അപ്പം ഫെല്ലുവിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അപ്പം ഫെല്ലു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ പിന്നെ ദേ എല്ലാ തിങ്സും പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ദേ റെഡി ആവുകയാണ് വർക്കിന് പോകാനായിട്ട്. അപ്പം എനിക്കിനിയിപ്പം റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ തിങ്സും കാര്യങ്ങളൊക്കെ 1-3 തവണ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് 1-3 തവണ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാ വർക്കിനും നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ പണികളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങുവാണ്. അപ്പം ഓട്ടോ ബുക്ക് ചെയ്തു. ഞാനിപ്പോൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അതിനു മുന്നേ ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വൈകുന്നേരം ആയി. അപ്പോൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. വൈകുന്നേരം ഒരു ചായയൊക്കെ, രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, അതില്ലെങ്കിൽ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ എൻക്വയറി ചെയ്യും എന്താണെന്നുള്ളത്. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ചെക്കിങ്ങിന് നമുക്ക് ഏത് വർക്കാണ്, എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം. മൂന്നാമത്തേന് വെരിഫൈ ചെയ്ത് നമ്മൾ ID കാർഡ് മേടിക്കുക. എന്നാൽ മാത്രമേ അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പം നമ്മൾ ലീലയിലാണ് കേട്ടോ വർക്ക്. അപ്പം ലീലയിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അകത്തോട്ട് കയറി. ഇന്നത്തെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവാർഡ് ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ ഇതേ കണ്ടില്ലേ, എന്ത് നല്ല മനോഹരമായിരിക്കുന്നു. എനിക്ക് നല്ല കാരണം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണ്ടില്ലേ, എന്ത് നല്ല ഭംഗിയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഒരുപാട് തവണ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ ഭയങ്കര കാരണം വീട്ടിൽ നമ്മൾ അടഞ്ഞുകൂടി കിടക്കുകയില്ലേ. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടം വിട്ട് പോകാൻ തോന്നില്ല. എത്ര തവണ വന്നാലും എപ്പോഴും എനിക്കിതാണ് കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഡ്രസ്സൊക്കെ എടുത്ത് ചേഞ്ച് ചെയ്ത് റെഡിയായിട്ട് ഇറങ്ങണം. പിന്നെ ആദ്യം ഞാനാണ് എത്തിയിട്ടുള്ളത്. ഇനിയൊരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തേക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ബാഗൊക്കെ മാറ്റി വെച്ചതിന് ശേഷം കുറേ നേരം ഞാൻ ദേ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി വന്നതിന് ശേഷം നമുക്ക് റെഡി ആവണം. അപ്പോഴത്തേക്കും ദേ പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി റെഡിയായി. അതിനുശേഷം വർക്കിന് മുന്നേ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ മേക്കപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും കോള് വന്നിട്ടുണ്ടായിരുന്നു, വർക്ക് ലേറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഹാപ്പി. കാരണം നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് വർക്കിന് ഇറങ്ങാം. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളിതേ പയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഞാൻ സ്പീഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കത് ബോറടിക്കും കേട്ടോ, നമ്മൾ മേക്കപ്പിൻ്റെ ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും സ്ലോലി പോകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഞാൻ നല്ല റോബോട്ടിനെ കണക്ക് ഞാൻ മേക്കപ്പ് ചെയ്യുവാണ്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിന് പണിയാവും. കാരണം ബീച്ചിലാണ് ഓൾറെഡി നമ്മളിത് മുടികൾ കെട്ടി വെച്ചാലും ബീച്ച് ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓപ്പൺ പ്ലേസിലാണ് നമുക്ക് വർക്ക് വരുന്നത്. സോ നമുക്കതുകൊണ്ട് മുടികളൊക്കെ നല്ല രീതിക്ക് കെട്ടി വെച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ചേച്ചി ലൂസാർ വിട്ടാൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞില്ല, മുടി കെട്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിത് കോസ്റ്റ്യൂംസൊക്കെ ഇട്ടു, മേക്കപ്പ് ചെയ്തു, എല്ലാം പാക്ക് ചെയ്ത് തിങ്സൊക്കെ നമ്മളിത് പാക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി വർക്ക് സൈറ്റിലോട്ട് പോകണം. അപ്പം പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ അകത്ത് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതാണ് കേട്ടോ ഇന്നത്തെ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനേശം ID കാർഡ് ഇട്ടു. പിന്നെ പുള്ളിക്കാരി പറയുകയാണ്, ചേച്ചി ഞാനിട്ടില്ല. ഞാൻ പറഞ്ഞു നീ ഇട്ടോ, ഞാൻ അപ്പോഴത്തേക്കും ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോസും വീഡിയോസും എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിങ്സൊക്കെ പാക്ക് ചെയ്ത് ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി പറഞ്ഞു അവിടെ സേഫ് അല്ല, സോ നിങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാ തിങ്സും എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങളിനി ഇതൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ ഇതാണ് വർക്ക് നടക്കുന്ന സ്ഥലം. അപ്പം നമ്മൾ അവാർഡാണ് കേട്ടോ.
അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെയിംസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കൊണ്ട് കൊടുക്കണം. ദേ നമ്മൾ ഓരോന്നും അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ട്രോഫി നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഇവിടെ കൊടുക്കാൻ സമയത്ത് പുള്ളി പറഞ്ഞത് ഫുള്ളും തെറ്റി നിൽക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞു തരാം, നിങ്ങൾ അതിനനുസരിച്ച് വെച്ചേച്ചാൽ മതി, കാരണം ഫുള്ളും തെറ്റിച്ചാൽ വെച്ചേക്കുന്ന ട്രോഫീസൊക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളതൊക്കെ അറേഞ്ച് ചെയ്ത് ഭയങ്കര ഒരു തലവേദനയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബൈ, ടാറ്റാ.